ഹലോ നമസ്കാരം. നമുക്കെങ്ങനെ ലോ ബി പി എന്നുള്ള കണ്ടീഷൻ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ഇത് ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം 2 to 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും റീഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3 മീൽസ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി നിന്ന് നല്ലതുപോലെ കഴിക്കുന്നതിന് പകരം നമ്മളൊരു 5 മീലാക്കി കുറച്ചായിട്ട് ഒരു 5 മീൽസ് ആക്കിയിട്ട് കഴിക്കുന്ന മീൽ ചെറുതായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അത് ക്വാണ്ടിറ്റി കുറച്ച് 5 മീൽസായിട്ട് അത് ഫ്രീക്വൻ്റായിട്ട് നമ്മൾ 5 മീൽസ് 3 മീൽസിന് പകരം അത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതിന് പകരം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു 5 മീലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഷുഗറിൻ്റെയും അളവ് നല്ലതുപോലെ കുറയ്ക്കുക. പിന്നെ ഫുഡ് ഏതൊക്കെയാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ B12 റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഫോളേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള സ്പിനാച്ച്, ചീര, ബ്രക്കോളി, കോളിഫ്ലവർ, അത്തരത്തിലുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതൊക്കെ വളരെയധികം നമ്മളുടെ BP കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഉൾക്കൊള്ളിക്കുക. ഫ്രൂട്ട്സിലാണെങ്കിൽ വിറ്റാമിൻ C റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉൾക്കൊള്ളിക്കുക. ഓറഞ്ച്, ലെമൺ, അവക്കാഡോ, അത്തരത്തിലുള്ള പപ്പായ, അതൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ബനാന നല്ലൊരു ഓപ്ഷനാണ്. നല്ലോണം സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇത്തരത്തിലുള്ള മിനറൽസൊക്കെ ധാരാളമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ബനാന നമ്മുടെ ഫുഡിൽ ഉൾക്കൊള്ളിക്കുക. പിന്നെ പീനട്ട് പോലത്തെ നട്ട്സ് ഉൾക്കൊള്ളിക്കുക. ലീൻഡ് പ്രോട്ടീൻസ് ആയിട്ടുള്ള ചിക്കൻ, ഫിഷ്, omega-3 ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ട്യൂണ, അത്തരത്തിലുള്ള ഫിഷ് പ്രോഡക്ട്സും ഫിഷും ചിക്കനും ഒക്കെ ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. ചെറുപയർ, കടല, അത്തരത്തിലുള്ള ഫുഡൊക്കെ ഉൾക്കൊള്ളിക്കുക. ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത്തരത്തിലുള്ള ഫുഡൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. നമ്മൾ പെട്ടെന്നൊരു പ്രഷർ ലോ ആയി വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുക. പ്രഷർ കൂടിയ ആൾക്കാരിൽ ഉപ്പ് ധാരാളമായി കഴിക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രഷർ കുറഞ്ഞ ആൾക്കാരിൽ വളരെ മിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒട്ടും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ക്യാരറ്റ് ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പ്രഷർ നോർമലാക്കും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് കിടന്നിട്ട് എണീക്കാൻ പാടില്ല. അതുപോലെ തന്നെ സൈഡ് ചെരിഞ്ഞ് പതുക്കെ വേണം എഴുന്നേൽക്കാനായിട്ട്. സ്ട്രെന്നേഴ്സ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല. ചെറിയ സ്ട്രെച്ചസ് ബോഡിയിൽ കൊടുക്കുക. കൈകൾക്കും കാലുകൾക്കും എപ്പോഴും ബോഡിയെ മൂവ് ആക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതായിരിക്കും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.